ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതാണ്. ദുബായിലൊക്കെ പോകുമ്പോ ഓരോ ഫ്രണ്ട്സ് ഒക്കെ തരുന്നതാണ്. പക്ഷെ എന്നാലും അത് ഞാൻ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. എന്നാലും ചിലത് കളക്ട് ചെയ്ത് വെക്കും. ഇനിയിപ്പോ ഇവിടെ ബാൽക്കണി ഉണ്ട് ബെഡ്റൂമിൽ. ബാൽക്കണി കൂടെ കാണിച്ചാലോ? കുഴപ്പമുണ്ടോ? ഇല്ലില്ല, ബാൽക്കണിയൊക്കെ വരുമോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഓക്കെ. ഈ പറഞ്ഞ പോലെ ഈ ബാൽക്കണിയിലേക്ക് കടന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്കമാലി NH ആണത്. അതെ അതെ. അങ്കമാലി ടു എയർപോർട്ട് റോഡാണ്. നല്ല ബിസി ആയിട്ടുള്ള റോഡാണ്. എപ്പോഴും തിരക്കാ. ഇവിടെ ഒരു ഊഞ്ഞാൽ ഉണ്ടായിരുന്നു. ആ ഊഞ്ഞാൽ ഒരിക്കൽ എന്റെ മാനേജർ കുറച്ച് ഫാറ്റിയാണ്. പുള്ളിക്കാരൻ വന്നപ്പോഴത്തേക്ക് ഒറ്റ പൊട്ടന് പൊട്ടി അങ്ങനെ പോയതാണ്. ഞാൻ ഈ ചെയറിൽ ഇവിടെ ഇരുന്ന് ഒരു കോഫി കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് കോഫിയെ കുടിച്ച് റോഡിലിരുന്ന് നന്നായിട്ട് വായി നോക്കും. ശരിക്കും വായി നോക്കും. പക്ഷെ ഈ വായി നോട്ടം ഇവിടെ ഇരിക്കുന്നോണ്ട് വ്യക്തമാവില്ല. ആരാ പോന്നെ എന്താ പോന്നെന്ന് അറിയത്തില്ല. ചിലര് നോക്കിയിട്ട് പോകും. എന്നെ അറിയാവുന്നവര്. അത്രേ ഉള്ളൂ. ഇപ്പൊ സോഷ്യൽ ലൈഫിലൊക്കെ ഇപ്പൊ പുറത്തോട്ടൊക്കെ NH-ലോട്ടൊക്കെ ഇറങ്ങി നടക്കാനും ചായ കുടിക്കാനൊക്കെ പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫേവറേറ്റ് ഒരു ഇഷ്ടത്തിൽ പെട്ടതാണ് ചായ കുടിക്കാൻ പോവുക എന്നുള്ളത്. ഓക്കെ. അതിനിടയിൽ ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്തട്ടെ. ഒറ്റ മിനിറ്റ് എന്നെ തന്നെ ഫോക്കസ് ചെയ്തോ കേട്ടോ. എടുക്കട്ടെ? കടിക്കൊന്നുമില്ലല്ലോ. സുന്ദരി. ഇത് സുന്ദരിയാണ്. ഇതാണ് സുന്ദരി. എല്ലാരും അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. സുന്ദരിയാണ് ഇവിടുത്തെ ഏറ്റവും മഴക്കാളി അല്ലേ? മഴക്കാളി ഇവിടുത്തെ ഇവിളാണല്ലേ. ആരോ കേറി വന്നപ്പോ മേത്തേക്ക് ചാടിയിരുന്നത് സുന്ദരിയാണ് ഇവിടുത്തെ മഴക്കാളി. ഏറ്റവും വലിയ മഴക്കാളി ഇവളാണ്. സുന്ദരി, എടോ നീ മഴക്കാളിയാണോ? ശാന്ത സ്വരൂപമാണോ സുന്ദരി? മഴക്കാളി മീൻസ് കുറുമ്പ് കാണിച്ചോണ്ടിരിക്കും, അത്രേ ഉള്ളു. അല്ലാണ്ട് ആരും ഉപദ്രവിക്കത്തൊന്നുമില്ല. അടുത്ത സ്പോട്ടിലേക്ക് പോയാലോ? നമ്മളിപ്പോ പെർഫ്യൂം കണ്ടു, നമ്മളുടെ വാച്ച് കണ്ടു, ഇനി കുറെ ബാഗ് ഇരിപ്പുണ്ട്. സത്യം പറയാം, എന്തിനാ ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ള സാധനങ്ങൾ എന്താ? വാച്ചാണോ? വാച്ച് ആയിരിക്കണമല്ലോ. വാച്ച് 26 വാച്ച്. പിന്നെ എനിക്ക് ബാഗ് ഭയങ്കര ഇഷ്ടമാണ്. ബാഗിന്റെ കളക്ഷൻസ് പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാഗ് അതറിയാൻ സാധിക്കുന്നുണ്ട്. എണ്ണിയാൽ ഈ പറഞ്ഞ പോലെ 25 മേലെ പോകുന്നത്. ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു. എന്റെ ഫ്രണ്ട്സിനും പിള്ളേർക്കും ഒക്കെ ഞാൻ കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം. എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാഗല്ല. യൂണിസെക്സ് ഒന്നും ഇല്ലല്ലേ? യൂണിസെക്സ് ഒന്നുമില്ല. എവിടെ ചെന്നാലും പ്രശ്നമില്ല. അതാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ എന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പം കഴിവതും കുറച്ച് വലിയ ബാഗ് യൂസ് ചെയ്യും. കാരണം പ്രൊഡക്ട്സ് ഒക്കെ കൊണ്ടുപോകണം. ഇത് ലൂയിസ് വിത്തോന്റെ പിന്നെ എപ്പോഴും എന്താ പറയാ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബാഗല്ല, ഒരു കളക്ഷനാണ്. അവരുടെ കളക്ഷനിൽ പെട്ട കൂടുതലായിട്ട് ഒരു പോകുന്ന ഒരിതാണ്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇതും LVയുടെ തന്നെ ബാഗാണ്. ഇത് അവരുടെ ഒരു സൂപ്പർ കളക്ഷനിൽ വരുന്ന ഒരു ബാഗാണ്. അപ്പം ഇതൊക്കെ ഞാൻ ഇങ്ങനെ എന്താ പറയാ, ഇപ്പം ഇതിനോടുള്ള ക്രേസ് ഒക്കെ നിന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാഗ് ഏതാന്ന് ചോദിക്കുന്നല്ലേ? എനിക്കോ? എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ട. അത് ഗുച്ചിയാണോ? ഇവിടെ പിന്നെ പെയിന്റിങ്സ് ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഓരോരുത്തർ ചെയ്തു തരുന്നതാ. ഞാനായിട്ടൊന്നും അങ്ങനെ ചെയ്തതല്ല. ഓരോന്ന് എനിക്ക് ഇങ്ങനെ ഓരോ ഗിഫ്റ്റുകളൊക്കെ തരുന്നതാണ്. അടുത്ത സാധനത്തിലേക്ക് പോയാലോ? ഷെയ്ഡ്സ് ഇത് കുറെ പോയി എന്റെ, കാരണം എന്റെ കയ്യില് ഒരു കുറെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ക്രിസ്ത്യൻ ഡിയോറിന്റെ നല്ലൊരു പീസ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയായിരുന്നു. അത് അങ്ങനെ കിട്ടത്തില്ല, ലക്കിലി എനിക്ക് കിട്ടിയതാണ്. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ എവിടെയെങ്കിലും പോകുമ്പം അവിടെ വെച്ച് മറന്നു പോകും. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് സത്യം മറന്നു പോയിട്ട് ഞാൻ പലപ്പോഴും ഞാൻ പിന്നെ അത് തപ്പി പോകുമ്പോഴത്തേക്ക് കിട്ടത്തില്ല. അപ്പൊ എനിക്ക് ഇത് എന്താ പറയാ, ഗ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലി ഞാൻ ദുബായിലൊക്കെ പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെ അങ്ങനെ അധികം ഗ്ലാസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ചെറിയൊരു ഗ്ലാസ് ഉണ്ട്, അത് യൂസ് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഒക്കെ പോയി. അതാണ് ഏറ്റവും വലിയ വിഷമം. ഇത് കിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സത്യം പറഞ്ഞാൽ മറ്റേ കങ്കണ റണൌട്ടൊക്കെ വരുന്ന പോലെ അല്ലെ, എയർപോർട്ടിൽ നിന്ന്. ഇത് കൊള്ളാം. ഇത് ഏത് ബ്രാൻഡാ? ഇത് ഏതാ? ഇത് ഏതൊരു ബ്രാൻഡ്, പക്ഷെ നല്ല ഗ്ലാസ്സാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൂയിസ് വിത്തൺ തന്നെയാണ് എന്റെ കയ്യിലുള്ളത് മോസ്റ്റ്ലി. അതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ, കുഴപ്പമുണ്ടോ? ഇല്ല, എനിക്ക് ഇപ്പോഴേ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട്? വാവ്,
സൂപ്പർ ആയിട്ടുണ്ടോ? സൂപ്പർ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് ചോദിക്കും, എന്ത് വെച്ചാൽ അടിപൊളിയായിരിക്കും. അത് നല്ലതാണ്. അതിനാണ് പറയുന്ന കോൺഫിഡൻസ്. ഓക്കെ, അടുത്ത സ്പോട്ട് എവിടാ? ഞാൻ ഇങ്ങനെ എന്താ പറയാ, ഞാൻ ബാൽക്കണിയിൽ ഇരിക്കുന്നത് പോലെ തന്നെ വല്ലപ്പോഴും കൂടി വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ലിവിങ് ഏരിയ. കൂടുതൽ മീറ്റിങ്ങുകളും ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. ആട്ടുതൊട്ടിലുണ്ട്. തൊട്ടില് ഇതിന് കുറച്ചു നേരം എടുത്ത് തെയ്യുമേ. ഞാൻ പറഞ്ഞില്ലേ, വാച്ച് നമ്മള് കുറെ കണ്ടു, പെർഫ്യൂം ഉണ്ട്, തൊട്ട് ബാക്കിൽ ഇനി ചെരുപ്പുകളുടെ കളക്ഷന്റെ ഒരു കലവറയാണ്. അവിടെ അതുണ്ട്, ഇച്ചിയുണ്ട്. സുന്ദരിയാണ് കാണിച്ചിരിക്കുന്നത് തോന്നുന്നു. അതോ കേക്ക് കൂട്ടാപ്പിയാണോ? ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ മേടിച്ചിട്ടാണ്. പേടിക്കണ്ട. ഇത് 3 നിലയാണോ? 3 നിലയാണ്. പക്ഷെ 3ാമത്തെ നിലയില് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ഇന്റീരിയർ ഒക്കെ ആരാ ചെയ്തപ്പോ? എനിക്കറിയില്ല. ഈ വീട് ഒന്നും ചെയ്തിട്ടില്ല, അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇത് നമ്മൾ ഇത് ഞാൻ സെറ്റ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഓ, നൈസ് നൈസ് നൈസ്. ഇനി കുറച്ച് സെലിബ്രിറ്റി ഫോട്ടോസ് നമ്മൾ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. 1-2 സ്ഥലങ്ങളിലായിട്ട്. ഹണി റോസിന്റെ കൂടെ. ഇതാണോ അമ്മ? ഇതാണോ? ഇതാണ് എന്റെ അമ്മ. അയ്യോടാ. ഓക്കെ, അമ്മയുടെ പേരെന്താ? തങ്കമ്മ. തങ്കമ്മ. നമുക്ക് തങ്കമ്മേനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ? അമ്മ ഇല്ല ഇവിടെ. അമ്മ കൊല്ലത്ത് പോയിരിക്കുക. അമ്മ 2 ദിവസമായി പോയിട്ട്. ഇവിടെ തന്നെ നിങ്ങൾ? അമ്മ എന്റെ കൂടെയാ. നാട് കൊല്ലത്തായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മളെ തങ്കമ്മ അല്ലേ? അതെ, അതാണ് എന്റെ തങ്കമ്മ. എത്ര വർഷത്തിന് മുമ്പുള്ളതാ ഇത്? ഇത് ഒരു 4-5 വർഷത്തിന് മുമ്പുള്ള, 4 വർഷത്തിന് മുമ്പുള്ള. ഓക്കെ, ഇത് അനന്യാണോ? അത് അനന്യാണ്. ഓക്കെ, നൈസ്. ഇങ്ങനെ ഒരുപാട് പേരുടെ ഫോട്ടോസ് ഉണ്ട്. ഇവിടെ സൂര്യയുടെ ഫോട്ടോ ഉണ്ട്. സൂര്യ ഇത് ഞങ്ങൾ ആലുവയിൽ താമസിച്ചിരുന്ന സമയത്ത് അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യത്തെ ഓണം, അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണത്തിന് എടുത്തതാണ്. ഇനി ചങ്കിന്റെ ചങ്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ഒരാളുടെ ഫോട്ടോ ആണ് ഇവിടെ ഉള്ളത്. പ്രിയാമണിയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിട്ട് വെച്ചതാണോ അത്? ഓർമ്മയ്ക്കല്ല, അത് പ്രിയ ചേച്ചിക്ക് ആരോ ഗിഫ്റ്റ് കൊടുത്തതാ വരച്ചിട്ട്. അപ്പൊ പ്രിയ ചേച്ചി അത് എനിക്ക് തന്നു. ഓക്കെ, ഇനിയുണ്ട് അല്ലേ? ഒരുപാട് സെലിബ്രിറ്റിയുടെ ഫോട്ടോസ് ഉണ്ട്. അതെ അതെ. ഏത് ഇന്റർനാഷണൽ മോഡലാന്നൊന്ന് പറയോ? ഇതാരെടുത്ത ഫോട്ടോയാ? ഒരു മാഗസിന് വേണ്ടിട്ട് എടുത്ത, ബെലീസ മാഗസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിന് വേണ്ടിട്ട് കവർ പേജ് ചെയ്തതാണ്. കിഡിലായിട്ടുണ്ട് അല്ലേ? അടുത്ത ആളുടെ ഫോട്ടോവും ഉണ്ട് ഇവിടെ, മമത മോഹൻദാസിന്റെ. മമത ഗിഫ്റ്റ് ചെയ്താണോ അത്? അല്ലല്ല, ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. ഞാൻ തന്നെ ഫ്രെയിം ചെയ്തതാണ്. ആണല്ലേ? നൈസ് നൈസ് നൈസ്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങിയാലോ? ഓക്കെ. സമ്മാനം വാങ്ങിക്കാൻ നമ്മൾ എത്ര മുകളിൽ പോയാലും താഴേക്ക് ഇറങ്ങുന്ന. ആൻഡ് മുകളിൽ നിന്ന് നമുക്ക് നല്ല വ്യൂ ഉണ്ട് താഴേലേക്ക്. ആര് വന്നാലും നമുക്ക് മുകളിൽ നിന്ന് തന്നെ അറിയാം അല്ലേ? ഇവിടെ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിട്ട് ഒരു ഗിറ്റാർ. ഇവിടെ ഇതാര് വായിക്കുന്ന ഗിറ്റാറാ? ഒന്നും അറിയത്തില്ല. അതെല്ലാം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരുമ്പോ. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഈ പ്രാർത്ഥിക്കുന്ന റൂമിലേക്ക് പോയല്ലോ. ഇത് അമ്മയുടെ ഏരിയ ആണ്. അമ്മ ഇവിടെ തന്നെയാണ്. അമ്മയുടെ വിളക്ക് കത്തിക്കലും എല്ലാം ഇത് അമ്മയുടെ കളക്ഷൻസുകളാണ്. ഇതെല്ലാം 2 കൂട്ടരും ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു എന്താ പറയാ, ഞാന് ഒരു മതത്തെ മാത്രമല്ല വിശ്വസിക്കുന്നത്. എന്റെ വിശ്വാസങ്ങള് എന്റെ സ്പെഷ്യലാണ്. അപ്പം എല്ലായിടത്തും എനിക്ക് വിശ്വാസങ്ങളുണ്ട്. അവിശ്വസിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്, അവിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ വിശ്വാസങ്ങൾ ഞാൻ എന്റെ മുറുകെ പിടിക്കും. നമ്മൾ ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു 5 മിനിറ്റ് തീർച്ചയായിട്ടും ഞാൻ കർത്താവിന്റെ അടുത്തും മാതാവിന്റെ അടുത്തും ഒക്കെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചിട്ട് കൃഷ്ണനോടും ദേവിയോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടേ പോകുള്ളൂ. കൃഷ്ണഭക്തയാണെന്ന് തോന്നുന്നു. കൃഷ്ണഭക്തി ആയിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ അങ്ങ് ദേവി ഭക്തിയായി. അതുകൊണ്ട് കൃഷ്ണൻ ഇച്ചിരി പിണങ്ങി. കൃഷ്ണന്റെ വിഗ്രഹം കൂടുതലിരിക്കുന്നത്. ഇതെന്റെ ഒരു സ്റ്റുഡന്റിന്റെ പാർലർ ഉദ്ഘാടനത്തിന് അവർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ഐ തിങ്ക് 35 kg ഉണ്ട്. ഇതല്ലേ? കള്ളന്മാര് കേട്ട പ്രശ്നമാണോ? 35 കിലോ ഉണ്ട്. അത് പന്തളത്ത് പണ്ട് പുരാതന കാലം മുതലേ വിഗ്രഹങ്ങൾ ചെയ്യുന്ന ആ ഒരു ഏരിയ ആണല്ലോ പന്തളം. അവിടെ തന്നെ അവര് ചെയ്യിച്ചതാണ്. 10 വയസ്സുള്ള കുട്ടിയെ നടക്കുന്ന ഭാരമുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് അതിന്. കൃഷ്ണന്റെ. ഓ നൈസ്. എന്റെ നാളെ രോഹിണിയാ. ആണോ? കൃഷ്ണന്റെ നാളാ.